ഈ ഉള്ളവൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ പറഞ്ഞതിന് നേരെ വിപരീതമായ ഒരു ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നു. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ അവർ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് വിഷയം? ഇമാം ദഹബിയുടെ ഒരു ഖൗലുദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകളുടെ ഖബറിൻ്റെ അടുക്കൽ, അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആ അത് കൂടുതൽ ഉത്തരം നൽകപ്പെടുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് തൊട്ടുടനെ ഞാൻ പറയുന്നത് എന്താണ്? എന്നാൽ അത് പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്ത, പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത ഒരു വാദമാണ്. അത് ഉടനെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് പറയുകയാണ്, കണ്ടോ ഇപ്പോൾ ഇവരും അംഗീകരിച്ചിരിക്കുന്നു, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ചുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അംഗീകരിച്ചിരിക്കുന്നു, ഇവർ ഞങ്ങളുടെ വാദത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പ്രചരിപ്പിക്കുക. എത്ര ദയനീയമാണ് അവസ്ഥ, എത്ര മോശമാണ് അവസ്ഥ. അവർ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പും മുറിച്ച ഭാഗവും അതേപോലെ തന്നെ അതിന് അവർ നൽകിയിട്ടുള്ള അടിക്കുറിപ്പും നിങ്ങളൊന്ന് കാണുക. എന്താണ് ഇമാം ദഹബി പറയുന്നത്? നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ വഫീ സായിരിൽ ബിഖാഇ ലാകിൻ സബബുൽ ഇജാബ ഹുദൂറുദ് ദാഇ വഖുശൂഉഹു വബ്തിഹാലുഹു. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത്, മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ. പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല, അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല, അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടിയതുകൊണ്ടുമല്ല, മറിച്ച് ഹുദൂറുദ് ദാഇ, ദുആ ചെയ്യുന്ന ആളുടെ ആ മനസ്സിൻ്റെ സാന്നിധ്യവും വഖുശൂഉഹു വബ്തിഹാലുഹു, ആ വ്യക്തിയുടെ ഖുശൂഉം അല്ലാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടല്ലോ അവരെന്താണ് പറഞ്ഞത്? അവർ എൻ്റെ ക്ലിപ്പ് എവിടെ വെച്ചാണ് മുറിച്ചത് എന്ന്. എന്നാൽ എൻ്റെ ശരിയായ സംസാരം അഥവാ അതിൻ്റെ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അവർ കൃത്യമായി എവിടെ വെച്ച് മുറിച്ചു, അതിനുശേഷം ഞാൻ എന്തു പറയുന്നത്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമാകും. ഇങ്ങനെയൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? റഹ്മാനായ റബ്ബിനെ പേടിയില്ലാത്ത പ്രവൃത്തി. അതേപോലെ തന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത പോലുമില്ലെങ്കിൽ എന്തൊരു കഷ്ടമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ശരിയായ സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. ആ വ്യക്തിയുടെ ഖുശൂഉം അല്ലാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത്. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞു, വബിലാ റൈബിൻ ഫിൽ ബുഖാത്തിൽ മുബാറക വഫിൽ മസ്ജിദി വഫിസ് സഹരി വനഹ്വി ദാലിക്. അനുഗ്രഹീതമായ ഏത് സ്ഥലങ്ങളിലും പള്ളി പോലെ, അതേപോലെ തന്നെ രാത്രിയുടെ അവസാന യാമം പോലെ, തത്തുല്യമായ സന്ദർഭങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്നത് പോലെ. അപ്പോൾ ഇമാം ദഹബിയുടെ വീക്ഷണപ്രകാരം പള്ളി പോലെ, സഹറിൻ്റെ സമയം പോലെയുള്ള ഒരു സ്ഥലമാണ് അമ്പിയാക്കളെയും മൗലിയാക്കളെയും ഖബറടക്കിയ സ്ഥലം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധാരണയാണ്. പക്ഷേ ആ ധാരണക്ക് അദ്ദേഹം തെളിവൊന്നും ഉദ്ധരിച്ചിട്ടില്ല. യാതൊരു തെളിവും കൃത്യമായ പ്രമാണങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. പക്ഷേ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഉത്തരം കിട്ടാനുള്ള കാരണം ഇന്നതാണ് എന്ന് വ്യക്തമായിരിക്കെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളുടെ വാദമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് സമർത്ഥിക്കുന്ന രൂപത്തിൽ ഈ വ്യക്തി പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. കേട്ടല്ലോ സഹോദരങ്ങളെ? അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഭാഗം പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവൻ പറയുന്നത് എന്താണ്? അത്തരമൊരു വാദത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതയുണ്ടെന്നാണ് ഇമാം ദഹബി പറയുന്നതെങ്കിൽ അതിന് അദ്ദേഹം പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഇവരുടെ വാദം അംഗീകരിച്ചു എന്ന് പറയുക? അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തൊരു ദുരവസ്ഥയാണ് ഇവർക്കുള്ളത് എന്ന്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ദുർവ്യാഖ്യാനിക്കലും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കലും ഇവരുടെ ഒരു പതിവാണ്. ഇമാം ദഹബിയുടെ ഖൗലുമായി ബന്ധപ്പെട്ട് ഹുസൈൻ സഖാഫിയുടെ ഒരു നിരീക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതാണ്. ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ഹാഫിദ് ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബലായിലെ ഒരു ഉദ്ധരണി ഇട്ടുകൊടുത്തപ്പോഴത്തേക്കും ഇൻഷാ അല്ലാഹ് തൊട്ടു പിറകിൽ ഹാഫിദ് ദഹബിയെ മൂപ്പര് തള്ളുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട്. ഏറ്റവും വലിയ മുഫ്തി മൂപ്പര് മാത്രമാണ്. അള്ളാന്റെ ദുനിയാവിൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയെ പോലെ ഒരു മുഫ്തി ലോകത്ത് വന്നിട്ടില്ല. ദഹബിയെ ഇപ്പം തള്ളും ഇൻഷാ അല്ലാഹ്. മൂപ്പര് ആദ്യം പറഞ്ഞ എന്താ? ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മഖ്ബറയുടെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? ഹുദൂറുദ് ദാഇ വ ഖുശൂഉഹു. ഈ ചങ്ങാതിക്ക് വഹാബീസും എന്താണെന്ന് അറിയുന്നില്ല,
ഹുളൂറു ദാഇ വ ഖുശൂഉഹു, ദുആയിരക്കുന്നവന്റെ മനസാന്നിധ്യവും അയാളുടെ ഖുശൂഉമാണ്. വിവരമില്ലാത്ത മൗലവി ആ ദുആയിരക്കുന്നവൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ എന്ത് ഖുശൂഅ വേണ്ടത്? അവിടെ എന്ത് ഹുളൂറാ വേണ്ടത്? ഒന്ന് അർത്ഥം വെക്കുവോ? ആ ചങ്ങാതി, വിവരമില്ലാത്ത ചങ്ങാതി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി, ആ ദുആയിരക്കുന്ന മനുഷ്യൻ നിൽക്കുന്നത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറിന്റെ സമീപത്തല്ലേ? അവിടെയുള്ള ഹുളൂർ എന്താന്ന് അർത്ഥം വെച്ചേരി. ഹുളൂറു ദാഇ വ ഖുശൂഉഹു വ ബിത്തിഹാലുഹു എന്താണ്? അപ്പൊ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ഖബറിന്റെ സമീപത്ത് വിനയത്തോടെ നിൽക്കണമെന്നാണോ? അവിടുത്തെ ഖുശൂഅ് എന്നാണോ? എന്തായിക്കോട്ടെ, അവിടുന്നുള്ള ദുആ, ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചില്ലേ? നോക്കൂ സഹോദരങ്ങളെ, പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇദ്ദേഹം അതിൽ പറയുന്നത്. ഒന്ന്, ഇമാം ദഹബിയെ ഞാൻ ചെറുതാക്കി, അദ്ദേഹത്തെ ഞാൻ തള്ളി, അദ്ദേഹത്തെ ഞാൻ തെറ്റുകാരനാണ് എന്ന് പറഞ്ഞു എന്നെല്ലാമുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയെ ചെറുതാക്കുകയോ തെറ്റുകാരനാണെന്ന് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? അങ്ങനെ ഒരു വാദം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഇമാം ദഹബിയെ തള്ളുക, അദ്ദേഹത്തെ ചെറുതാക്കുക എന്നൊക്കെ പറയാൻ പാടുണ്ടോ? എന്തൊരു സംസാര ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത് നിങ്ങൾ നോക്കൂ. അങ്ങനെ ആരെങ്കിലും പറയുമോ? രണ്ടാമത്തത്, ഇമാം ദഹബിയുടെ ആ ഖൗല് നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം അംഗീകരിച്ചില്ലേ എന്ന് അദ്ദേഹം അവസാനത്തിൽ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? എൻ്റെ സംസാരത്തിലുള്ളത് എന്താണ്? അതിൽ പ്രമാണമില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നു, അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ചുള്ള ആ ഖുദൂഅ് എന്താണ്, ഖുശൂ എന്താണ്? അപ്പോൾ ആ ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേകത ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നതല്ലേ ആ ഖുശൂ, ആ ഖുദൂഅ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏതായാലും ശരി, നമുക്ക് ഇവർ പറയുന്നത് ഇമാം ദഹബിക്ക് ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായമാണ് എന്നാണ്. ഞങ്ങളത് അംഗീകരിച്ചു എന്നും പറയുന്നു. എന്നാൽ ഇത് രണ്ടും ശരിയല്ല എന്ന് സ്ഥാപിക്കുകയാണ് ഞാൻ കൃത്യമായ പ്രമാണങ്ങളിലൂടെ. സമസ്തക്ക് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറുമായി എന്തെല്ലാം വിശ്വാസമാണോ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇമാം ദഹബിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അതിന് നേരെ വിപരീതമായ അഭിപ്രായമാണ് ഇമാം ദഹബിക്കുള്ളത്. അത് തെളിവുകൾ സഹിതം ഞാൻ വിശദീകരിച്ചു തരാം. അമ്പിയാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമസ്തയുടെ പ്രധാനപ്പെട്ട 5 വാദങ്ങൾ, ആ 5 വാദങ്ങൾക്കും ഇമാം ദഹബി എതിരാണ്. നമുക്ക് ഒന്നാമത്തത് നോക്കാം. ഖബർ കെട്ടിപ്പൊന്തിക്കാം. ഇത് സമസ്തയുടെ വാദമാണല്ലോ, ഖബർ കെട്ടി ഉയർത്താവുന്നതാകുന്നു എന്നതാണ്. എന്നാൽ സിയറു അലാമിൻ നുബലായിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, യഹൂദ ക്രൈസ്തവർ അവരുടെ ഖബറുകൾ അവരുടെ വീടുകൾക്കുള്ളിൽ സ്ഥാപിക്കാറുണ്ട്, നിങ്ങൾ അതുപോലെ ചെയ്യരുത് എന്ന് പറയുന്ന ഹദീസാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഖദ് നഹ അലൈഹി സ്വലാത്തു വസ്സലാം അൻ യുബ്ന അലൽ ഖുബൂർ, അള്ളാഹുവിൻ്റെ റസൂൽ ഖബറിൻ്റെ മേലെ എന്തെങ്കിലും കെട്ടിയുണ്ടാക്കുന്നത് വിലക്കിയിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഖബർ കെട്ടിപ്പൊന്തിക്കുക, അതല്ലെങ്കിൽ ഖബറിൻ്റെ മേലെ വല്ലതും കെട്ടിയുണ്ടാക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യമാണ് എന്ന് വളരെ കൃത്യമായി ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. മാത്രമല്ല, ചില ആളുകൾ പറയുന്നത് പോലെ, ഹുസൈൻ സഖാഫി തന്നെ പറഞ്ഞതുപോലെ, അത് സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ കെട്ടിയുയർത്തുന്നതിൽ കുഴപ്പമില്ല എന്ന വാദത്തെ പോലും ഇവിടെ ഇമാം ദഹബി ഖണ്ഡിക്കുകയാണ്. കാരണം സ്വന്തം വീടിനുള്ളിൽ ഖബറുണ്ടാക്കുക, അപ്പോൾ ആ വീട് ഖബറിൻ്റെ മേലെയുള്ള കെട്ടിടം പോലെയായി, അതുപോലും പാടില്ല എന്നാണ് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണെങ്കിൽ പോലും ഖബറിൻ്റെ മേലെയായി കൊണ്ട് കുബ്ബയോ കെട്ടിടങ്ങളോ ഉണ്ടാവരുത്, അത് അള്ളാഹുവിൻ്റെ റസൂൽ വിലക്കുന്നു എന്നാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം ദഹബിയുടെയും അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല ഇവരൊക്കെ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്താണ് എന്നുള്ളത് മഷ്ഹൂറാണ്, ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ സമസ്തയുടെ വാദവുമായി യാതൊരു യോജിപ്പും ഇമാം ദഹബിക്കുമില്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്കുമില്ല. രണ്ടാമത്തത്, സമസ്തയുടെ വാദം എന്താണ്? ഖബറിലുള്ള ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്നല്ലേ? അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്ത് പോയി ഇസ്തിഗാസ നടത്താമെന്നല്ലേ? എന്നാൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ സിയറു അലാമിൻ നുബലായിൽ നഫീസത്തുൽ മിസ്രിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുകയാണ്, വലി ജഹലത്തിൽ മിസ്രിയീന ഫീഹാ ഇഅ്തിഖാദുൻ യതജാവസുൽ വസ്ഫ.
എന്നാൽ മിസ്റിലുള്ള ജാഹിലുകളായ ആളുകൾക്ക് അവരെ സംബന്ധിച്ച് തെറ്റായ ചില വിശ്വാസമുണ്ട്. അത് വിശദീകരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. വലാ യജൂസു മിമ്മാ ഫീഹി മിനശ്ശിർക്ക്, അതേപോലെ തന്നെ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ ഷിർക്കിൽ അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഷയങ്ങൾ ആ ഖബറിൻ്റെ അടുക്കൽ വെച്ച് നടക്കുന്നുണ്ട്. വയസ്ജുദൂന ലഹ, ആ ഖബറിൻ്റെ അടുക്കൽ പോയി അവർ സുജൂദ് ചെയ്യുന്നു. വയൽതമിസൂന മിൻഹൽ മഗ്ഫിറ, അവരോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. വകാന ദാലിക മിൻ ദസാഇസി ദുആത്തിൽ ഉബൈദിയ്യ, ഉബൈദിയ്യാക്കളായ ആളുകളുടെ അവരുടെ പ്രബോധകന്മാർ പ്രചരിപ്പിച്ചിട്ടുള്ള തെറ്റായ മോശമായ ഇഅ്തിഖാദാണത്. ഉബൈദിയ്യാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവർക്ക് ഉലൂഹിയത്ത് സ്ഥാപിക്കുക വരെ ചെയ്യുന്ന അഖീദ ഉള്ള ആളുകളാണ്. അവരുടെ ഏർപ്പാടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക, അവരോട് മഗ്ഫിറത്തിനെ തേടുക, അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുക, ഇതൊക്കെ പച്ചയായ ശിർക്കായിട്ടാണ് ആര് പഠിപ്പിക്കുന്നത്? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഖബറിലുള്ള ആളുകളോട് ഇസ്തിഗാസ നടത്താമെന്ന സമസ്തയുടെ വാദം ഇമാം ദഹബിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാമിനുമില്ല. കാരണം അവരുടെ വാദങ്ങൾ എന്താണ് എന്നുള്ളത് ലോകത്തിന് മഷ്ഹൂറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരുടെ വാദമുണ്ട് എന്നുള്ള രൂപത്തിലുള്ള സംസാരത്തിന് യാതൊരു നിലനിൽപ്പുമില്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത്, ഖബറാളികളായ ആളുകളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടാം, ഇതാണല്ലോ സമസ്തയുടെ വാദം. എന്നാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് തൻ്റെ സിയറിലോ തൻ്റെ സംസാരത്തിലോ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. സിയറു അലാമിൻ നുബലായിൽ ഇവർ തന്നെ ഉദ്ധരിച്ച ഇവരുടെ വാദം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവർ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ചില ഇബാറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ ഉദ്ധരിച്ചിരുന്നു, ഇവർക്ക് ഖണ്ഡനമായി. ആ ഖണ്ഡനത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അവർ ഉദ്ധരിച്ച വാദമല്ലുള്ളത്. നഫീസത്തുൽ മിസ്രിയെ സംബന്ധിച്ച് ഇവർ ഉദ്ധരിച്ചല്ലോ. എന്നാൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാ, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറിൻ്റെ അടുക്കലുള്ള ദുആക്ക് ഉത്തരം ലഭിക്കും. ഇത് അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം പിടികിട്ടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ചില പ്രത്യേക വ്യക്തിത്വങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുള്ള ദുആക്ക് ഉത്തരം കിട്ടും, അതിന് പ്രത്യേകതയുണ്ട് എന്ന വാദത്തെ ഖണ്ഡിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള എൻ്റെ സംസാരത്തിൽ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബർ മസ്ജിദ് പോലെയോ മുസ്ദലിഫ പോലെയോ അതേപോലെയുള്ള സ്ഥലങ്ങൾ പോലെയോ പ്രത്യേകം ഉത്തരം കിട്ടുന്ന ബറക്കത്തുള്ള സ്ഥലമാണെന്ന് ആ ധാരണക്ക് അദ്ദേഹം തെളിവ് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധാരണയില്ല, മറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ധാരണ എന്ന് അദ്ദേഹത്തിൻ്റെ മറ്റു ഇബാറത്തുകളിൽ നിന്നും മറ്റു കിതാബുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അപ്പോൾ ചില പ്രത്യേക വ്യക്തിത്വങ്ങളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുള്ള ദുആക്ക് ഉത്തരം കിട്ടുമെന്ന ചില അറിയിപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അത് അവിടെ മാത്രം ഖാസാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അദ്ദേഹം പറഞ്ഞത് വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാ, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറിൻ്റെ അടുക്കൽ വെച്ച് ദുആ ചെയ്താലും അതിന് ഉത്തരം കിട്ടും. വഫീ സായിരിൽ ബിഖാഇ, എല്ലാ സ്ഥലങ്ങളിൽ വെച്ചും ഉത്തരം കിട്ടും. ലാകിൻ സബബുൽ ഇജാബ, എന്നിട്ട് അദ്ദേഹം പറയാണ് ഉത്തരം കിട്ടാനുള്ള സബബ് എന്താണ്? അവരോട് ഇസ്തിഗാസ നടത്തിയതാണോ? അല്ല. ഹക്ക് ജാഹ് ബറക്കത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. അവിടെ മറമാടപ്പെട്ട ആളുകളുടെ മഹത്വം കൊണ്ടുമാണോ? അതുമല്ല. അതോടുകൂടി സമസ്തയുടെ വാദം പൊളിഞ്ഞു. മറിച്ച് അദ്ദേഹം പറയുന്നത് ഹുദൂറുദ്ദാഇ വഖുശൂഉഹു വബ്തിഹാലുഹു, ദുആ ചെയ്യുന്ന ആളുടെ മനസ്സാന്നിധ്യം. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ തട്ടിയുള്ള ദുആ ആണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ മനസ്സിൽ തട്ടി ദുആ അവിടെ നടക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നു. അവിടെ പ്രത്യേക ഖുശൂഉം ഇബ്തിഹാലും അള്ളാഹുവിലേക്ക് ഉണ്ടാകുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീടാണ് പറയുന്നത് വബിലാ റൈബിൻ, ഒരു സംശയവും വേണ്ടതില്ല, പ്രത്യേകിച്ചും ഫിൽ ബുഖഅത്തിൽ മുബാറക്ക, അനുഗ്രഹീതമായ സ്ഥലങ്ങളിലും ഇതേപോലെ ദുആക്ക് ഉത്തരം കിട്ടും. വഫിൽ മസ്ജിദി, മസ്ജിദിൽ കിട്ടും. വഫിസ് സഹരി, സഹറിൻ്റെ സമയത്ത് രാത്രിയുടെ അവസാന യാമത്തിൽ കിട്ടും. വനഹ്വി ദാലിക, അതേപോലെ എന്തെല്ലാം ഉണ്ടോ അവിടെയൊക്കെ കിട്ടും. യതഹസ്സലു ദാലിക ലിദ്ദാഇ കസീറ, അതൊക്കെ ദുആ ചെയ്യുന്നവർക്ക് ധാരാളമായി അത്തരം സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട്. വകുല്ലു മുദ്തറിൻ ഫദുആഹു മുജാബ്, അതാണ് അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള തെളിവ്. അഥവാ മുദ്തറായ, അങ്ങേയറ്റം ആവശ്യക്കാരനായ ഒരാളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. കാരണം അമ്മൻ യുജീബുൽ മുദ്തറ ഇദാ ദഅ, മുദ്തറായ ഒരാൾ അല്ലാഹുവിനോട് വിഷമസന്ധിയിൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്നവൻ ആരാണുള്ളത്? അപ്പോൾ ആ നിലക്ക് പ്രാർത്ഥിക്കുന്ന ആളിലേക്കാണ് അത് വരുന്നത്. അതല്ലാതെ ആ ഖബറിലുള്ള വ്യക്തികളിലേക്ക് ആ ദുആയുടെ ഉത്തരം മടങ്ങുന്നില്ല. അവർ ഒരു സബബേ അല്ല. അവിടെ ഹക്ക് ജാഹ് ബറക്കത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇസ്തിഗാസ പറഞ്ഞിട്ടില്ല. മറിച്ച് വിനയപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്
ഉത്തരം ലഭിക്കും. അത് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബറിന്റെ അടുത്ത് മാത്രമല്ല, വഫീ സാഇരിൽ ബിഖാ, എല്ലാ സ്ഥലങ്ങളിലും അത് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, മഹാന്മാരുടെ മഹത്വം കൊണ്ടാണ് ഉത്തരം ലഭിക്കുന്നത് എന്ന സമസ്തയുടെ മറ്റൊരു വാദമുണ്ടല്ലോ, നാലാമത്തത് മഹാന്മാരുടെ മഹത്വം കൊണ്ടാണ് എന്ന്. എന്നാൽ അതിനെയും ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ഖണ്ഡിക്കുന്നു. അദ്ദേഹം പറയുന്നത് മഹാന്മാരുടെ ഖബറിന്റെ അടുക്കൽ മാത്രമല്ല, ളാലിമീങ്ങളായ ആളുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും. അതോടുകൂടി പൊളിഞ്ഞില്ലേ സമസ്തയുടെ വാദം. നോക്കൂ, സിയറു അലാമിൻ നുബലായിൽ നഫീസത്തുൽ മിസ്രിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് അദ്ദേഹം പറയുകയാണ്, വഖീല പറയപ്പെട്ടിട്ടുണ്ട്, അവർ കാനത് മിന സ്വാലിഹാത്തിൽ അവാബിദി വദ്ദുആഉ മുസ്തജാബുൻ ഇൻദ ഖബ്രിഹ, നല്ല സ്വാലിഹത്തായിരുന്നു, അവരുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് റദ്ദായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. ശ്രദ്ധിക്കുക, അദ്ദേഹം പറയാണ് അങ്ങനെ അവരുടെ ഖബറിന്റെ അടുക്കൽ എന്നില്ല, ബൽ മറിച്ച് വഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ വഫിൽ മസാജിദി വഅറഫ വമുസ്ദലിഫ. ഇത് അറഫയിലും മുസ്ദലിഫയിലും മസ്ജിദുകളിലും മറ്റു അമ്പിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്തും എല്ലായിടത്തും ഇത് സംഭവിക്കും. വീണ്ടും നോക്കൂ നിങ്ങൾ, വഫിസ് സഫരി, യാത്രയിലും കിട്ടും. നോക്കൂ, അപ്പോൾ അവിടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിന് പ്രത്യേകതയുണ്ടെങ്കിൽ അവിടെ സഫറിനെ കുറിച്ച് പറയുമോ? വഫിസ് സഫരി, യാത്രയിൽ കിട്ടും. വഫിസ് സഫരിൽ മുബാഹി, വഫിസ് സ്വലാത്തി, നമസ്കാരത്തിൽ കിട്ടും. വഫിസ് സഹരി, സഹറിന്റെ സമയത്ത് കിട്ടും. ഇനി വമിനൽ അബവൈനി, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ കിട്ടും. വമിനൽ ഗായിബിലി അഖീഹി, ഒരു സഹോദരൻ തൻ്റെ മറ്റൊരു സഹോദരൻ്റെ അഭാവത്തിൽ നടത്തുന്ന ദുആക്ക് ഉത്തരം കിട്ടും. വമിനൽ മുൽത്തരി, അതേപോലെ തന്നെ അങ്ങേയറ്റം ആവശ്യക്കാരനായ ഒരാളുടെ ദുആക്ക് ഉത്തരം കിട്ടും. വഇൻദ ഖുബൂരിൽ മുഅദ്ദബീൻ, കേൾക്കൂ, ശരിക്കും ശ്രദ്ധിക്കൂ, വഇൻദ ഖുബൂരിൽ മുഅദ്ദബീൻ, മുഅദ്ദബീങ്ങളായ അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിച്ച ളാലിമീങ്ങളുടെ ഖബറിന്റെ അടുത്തും കിട്ടും. വഫീ കുല്ലി വഖ്തിൻ വഹീൻ, എല്ലാ സന്ദർഭങ്ങളിലും കിട്ടും. അപ്പോൾ നഫീസത്തുൽ മിസ്രിയയുടെ ഖബറിന്റെ അടുത്ത് എന്നല്ല, ഇത് എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇനി സാലിഹ് ആവണം എന്നില്ല, ളാലിമാണെങ്കിലും കിട്ടും. വിഷയം എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഖബറിന്റെ അടുത്ത് വെച്ച് ചെയ്താൽ ആ ദുആ തട്ടിക്കളയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കി. ശ്രദ്ധിക്കൂ, വലാ യുൻഹദ് ദാഇ അനി ദുആഇ ഫീ വഖ്തിൻ, കാരണം ഒരു ദുആ ചെയ്യുന്ന ഒരാളോട് ദുആ വിലക്കാൻ പാടില്ല ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഏത് വക്തൊഴികെ, ഇല്ലാ വക്തൽ ഹാജ, ഖളാ ഉൽ ഹാജയുടെ സന്ദർഭത്തിൽ, അഥവാ ടോയ്ലറ്റിലോ മറ്റോ ആണെങ്കിൽ അവിടെ വെച്ച് ദുആ ചെയ്യുന്നത് നല്ലതല്ല. അതേപോലെ തന്നെ വഫിൽ ജിമാഇ, ശാരീരിക ബന്ധത്തിൽ, ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലും, അത്തരം സന്ദർഭത്തിലൊക്കെ അല്ലാതെ ഒരാൾ ഖബറിൻ്റെ അടുത്ത് വെച്ചോ, ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ചോ, മറ്റ് ഖബറിൻ്റെ അടുത്ത് വെച്ചോ, ഇനി വാലിമീങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വെച്ചോ, വേറെ സ്ഥലങ്ങളിൽ വെച്ചോ ദുആ ചെയ്താൽ പാടില്ല എന്ന് പറയാൻ പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, വയതഅക്കദു ദുആഉ ഫീ ജൗഫിൽ ലൈലി, എന്നാൽ ദുആക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഇരുണ്ട യാമങ്ങളാണ്. വദുബുറൽ മക്തൂബാത്തി, അതേപോലെ തന്നെ നമസ്കാരത്തിൻ്റെ അവസാന സന്ദർഭത്തിലുള്ള സന്ദർഭങ്ങളാണ്. വബഅദൽ അദാൻ, അതേപോലെ തന്നെ ബാങ്കിന് ശേഷം, അതൊക്കെയാണ് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ, ഇദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ആ ഖുദൂഅ്, എന്താണ് ആ ഖുശൂഅ്? അത് മഹാന്മാരുടെ ഖബറും സാലിഹീങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ആയിരുന്നെങ്കിൽ ഇവിടെ വഇൻദ ഖുബൂരിൽ മുഅദ്ദബീൻ എന്ന് അദ്ദേഹം പറയില്ല. അപ്പോൾ അത് മരിച്ചു കിടക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് മുളുത്തറായ ഒരാൾ അള്ളാഹുവിനോട് ഏത് സ്ഥലത്ത് വെച്ച് ദുആ ചെയ്താലും ആ ദുആക്ക് ഉത്തരം കിട്ടും. അത് പ്രത്യേകം ഒരു വ്യക്തികളുടെ ഖബറിലേക്ക് ചേർത്ത് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു തരുന്നത്. ഇത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിയറിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ബൽ ദുആഉൽ മുൽത്തരി മുജാബുൻ ഫീ അയ്യി മകാനിൻ ഇത്തഫഖ്, ഏത് സ്ഥലങ്ങളിലാകട്ടെ ഒരാൾക്ക്, ഒരു മുളുത്തറായ ഒരാളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ ഏത് സന്ദർഭത്തിലും ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ അവസ്ഥക്കനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. അതല്ലാതെ മഹത്തുക്കളുടെ ഖബറിൻ്റെ അടുത്തായതുകൊണ്ടല്ല, അവരുടെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ടല്ല, അവരോട് തേടിയത് കൊണ്ടല്ല. ഇതൊക്കെ അല്ലേ സമസ്തയുടെ വാദം. ആ വാദവുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ഇനി അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഖബർ തേടി അങ്ങനെ ഉത്തരം കിട്ടുമെങ്കിൽ മഹാന്മാരുടെ സാലിഹ്യങ്ങളുടെ ഖബർ തേടി പോവുക എന്നുള്ളത് സമസ്തയുടെ ഒരു രീതിയാണല്ലോ. എങ്കിൽ അഞ്ചാമത്തത് ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നത് എന്താണ്? താരീഖുൽ ഇസ്ലാമിൽ, ഇമാം ദഹബിയുടെ മറ്റൊരു കിതാബാണ് താരീഖുൽ ഇസ്ലാം. അവിടെ അദ്ദേഹം പറയുന്നത്, വദ്ദുആഉ ഇൻദൽ ഖുബൂരി ജായിസുൻ, ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആ ജായിസാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖബറാളികൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ ആഫിയത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അത് ഉത്തരം കിട്ടൂലെങ്കിൽ പിന്നെ അവിടെ പോയുള്ള പ്രാർത്ഥനയെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുമോ? അപ്പോൾ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുആ ജായിസാണ്, ഒരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹം പറയാണ് ലാക്കിൻ ഫിൽ മസ്ജിദി അഫ്ളലു, അഫ്ളൽ മസ്ജിദിലാണ്, വഫിസ് സഹരി അഫ്ളലു, സഹറിൻ്റെ സമയമാണ് അഫ്ളൽ, വദുബുരു സ്വലാത്തി അഫ്ളലു, നമസ്കാരത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിലാണ് അഫ്ളൽ. ഇത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ ഖബർസ്ഥാനാണ് അല്ലെങ്കിൽ മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിൻ്റെ അടുക്കലാണ് കൂടുതൽ മഹത്വം എന്നുള്ള നിലക്ക് അങ്ങോട്ട് പോകണ്ട, അതിനേക്കാൾ അഫ്ളലായത് മസ്ജിദാണ്, മറ്റു സന്ദർഭങ്ങളാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ പുണ്യസ്ഥലങ്ങൾ പോലെ ബറക്കത്താക്കപ്പെട്ട സ്ഥലമാണ് മഹാന്മാരുടെ ഖബറുകളെങ്കിൽ, ഔലിയാക്കളുടെ ഖബറുകളെങ്കിൽ അദ്ദേഹം എന്താണ് പറയുക? അവിടേക്ക് പോയിക്കോളൂ, അതാണ് കൂടുതൽ അഫ്ളൽ എന്നല്ലേ? എന്നാൽ അദ്ദേഹം അതിനേക്കാളൊക്കെ പരിഗണന മറ്റു സന്ദർഭങ്ങൾക്കും സ്ഥലങ്ങൾക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം അദ്ദേഹം ചരിത്രം എഴുതുമ്പോൾ പല ആളുകളെക്കുറിച്ചും അവരുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ദുആക്ക് ഉത്തരം കിട്ടുന്നു എന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹം അവർക്ക് നൽകുന്ന മറുപടിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി മാത്രം കണ്ട സന്ദർഭത്തിൽ ഞാൻ പോലും പറഞ്ഞിട്ടുള്ളത് എന്താണ്, അങ്ങനെ ഒരു പ്രത്യേകത അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിനുണ്ട് എന്ന് ആണ് അദ്ദേഹം വാദിക്കുന്നതെങ്കിൽ അതിന് തെളിവില്ല. അദ്ദേഹത്തെ ചെറുതാക്കിയിട്ടില്ല, അദ്ദേഹത്തെ തിരുത്തി ഞാൻ വലിയ മുഫ്തിയായി ചമഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ അദ്ദേഹം പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറ്റു ഇബാറത്തുകൾ കാണുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവർക്ക് റദ്ദ് പറയുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ സ്ഥലത്തുനിന്ന് പറഞ്ഞത് മുഅദ്ദബീങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വരെ എന്ന് പറഞ്ഞു. അതോടുകൂടി സമസ്തക്ക് ആ വിഷയത്തിൽ യാതൊരു നിലനിൽപ്പുമില്ല, അവരുടെ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇമാം ദഹബി ഒരൽപ്പം പോലും ഒരു വിഷയത്തിൽ പോലും അവരുടെ വാദവുമായി യോജിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാദമാണ് അദ്ദേഹത്തിനുള്ളത്. അതിന് വിപരീതമായൊരു വാദം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്? നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നത് പോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദ്. ആ ഉസ്താദ് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ള വ്യക്തിത്വമാണ്.